നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഗ്രഹം, അതായത് ദേവഗുരുവാണ് വ്യാഴം. വ്യാഴം അനുഗ്രഹത്തിൽ വന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധനത്തിന് യാതൊരു ലോഭവും ഉണ്ടാവുകയില്ല. ഭാഗ്യവർദ്ധനവ് ധാരാളമായി ഒരു വ്യക്തിയെ തേടിയെത്തുന്നതാണ്. അതിലുപരി ആ വ്യക്തിക്ക് അറിവ് പല വഴികളിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. സന്താന സൗഭാഗ്യമുണ്ടാകുന്നതാണ്. ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയരുവാൻ സാധിക്കും. ദൈവാധീനം ആ വ്യക്തിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടാകും. ആ വ്യക്തി നിൽക്കുന്ന ഗൃഹമാകട്ടെ, ആ വ്യക്തി പോകുന്ന സ്ഥലങ്ങളിലാകട്ടെ, ചുറ്റും ഒരു പോസിറ്റീവായിട്ടുള്ള ഓറ, അതായത് ഒരു വൈബ് എപ്പോഴും ഉണ്ടാകും. ഇതൊക്കെ വ്യാഴത്തിൻ്റെ അനുഗ്രഹമായി ലഭിക്കുന്ന കാര്യങ്ങളാണ്. കാഴ്ചപ്പാടുകളിൽ മാറ്റം വരും. ഏത് പ്രവൃത്തി ചെയ്താലും അതിൽ വിജയം കണ്ടെത്താൻ തനിക്ക് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം കൂടി വന്നു ചേരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണ് വ്യാഴം. ആത്മീയമായി വളരെ വളർച്ചയുണ്ടാകുന്നതിനും ഒരു വ്യക്തി ജീവിതത്തിൽ സുപ്രധാന പല മാറ്റങ്ങൾ വന്നു ചേരുന്നതിനും വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിക്ക് കൂടിയേ മതിയാവൂ. വ്യാഴം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ സമ്പന്നനാകാൻ സാധിക്കും. ഏറ്റവും വലിയ കോടീശ്വരനായി തന്നെ മാറാൻ സാധിക്കും. മറ്റെല്ലാ ഗ്രഹങ്ങളെ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. അതുകൊണ്ട് തന്നെയാണ് വ്യാഴത്തിന് ദേവഗുരു എന്ന സ്ഥാനം നൽകിയിരിക്കുന്നത്. ഏകദേശം ഒരു രാശിയിൽ ഒരു വർഷത്തോളം നിലനിൽക്കുന്ന ഗ്രഹമാണ് വ്യാഴം. വ്യാഴത്തിൻ്റെ രാശിമാറ്റമൊക്കെ സംഭവിക്കുമ്പോൾ അത് വ്യക്തി ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളെയായിരിക്കും പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ പുതുവർഷം 2026 വ്യാഴം അതിൻ്റെ സഞ്ചാരത്തിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ, അത് നമ്മൾ ജ്യോതിഷ ലോകം വളരെയധികം ഉറ്റുനോക്കുന്ന കാര്യമാണ്. അത്രത്തോളം ഭാഗ്യമാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം മാറ്റവും ഭാഗ്യവുമാണ് 2026 വ്യാഴം എന്ന ഗ്രഹം നൽകുവാനായി പോകുന്നത്. വ്യാഴത്തിൻ്റെ മിഥുനം രാശി സംക്രമണവും അതുപോലെ തുടർന്ന് മാർച്ച് 11, അതായത് 2026 മാർച്ച് 11 വക്രഗതി സഞ്ചാരം മാറി നേർരേഖയിലുള്ള സഞ്ചാരം വ്യാഴം ആരംഭിക്കുകയൊക്കെ ചെയ്യുന്നത് അതിസമ്പന്നമായ ഒരു കാലഘട്ടത്തെയാണ് വ്യക്തികൾക്ക് നൽകാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടിരുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ മറ്റൊരു സുവർണ കാലമാണ് ആരംഭിക്കുവാൻ പോകുന്നത്. അതായത് വ്യാഴത്തിൻ്റെ നേർരേഖാ സഞ്ചാരം വളരെയധികം ഭാഗ്യോദയമാണ് ഓരോ മനുഷ്യരുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരുന്നത്. അതായത് ഒരു വർഷത്തിൽ പലപ്പോഴും വക്രഗതിയിലായും നേർരേഖയിലായാലും ഗ്രഹമാറ്റങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട്. എങ്കിലും ജ്യോതിഷപരമായി നോക്കുമ്പോൾ 2026 ഒരുപാട് ഗ്രഹമാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായി വരുന്ന സമയമാണ്. അതിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് ഈ വ്യാഴത്തിൻ്റെ മാറ്റം തന്നെയാകുന്നു. അതായത് 2026 മാർച്ച് 11 വ്യാഴം നേർരേഖയിലുള്ള സഞ്ചാരം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശക്തി പൂർണ്ണമായി പ്രകാശിക്കുമെന്നതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യാഴത്തിൻ്റെ സ്വാധീനം പൂർണ്ണമായ ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. ഗുണപരമായ ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരുന്നതാണ്. തടസ്സങ്ങളൊക്കെയും മാറുന്നതാണ്. മറ്റ് ഗ്രഹങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷസ്ഥാനത്ത് നിന്നാൽ പോലും ആ ദോഷങ്ങളെ വരെ ഹനീഭവിച്ച്, അല്ലെങ്കിൽ ആ ദോഷങ്ങളെ വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റുവാൻ ഇവിടെ വ്യാഴം പ്രകാശിക്കുന്നതിനാൽ സാധ്യമാകുന്നതാണ്. പുതിയ ചില ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ നല്ല സമയമാണ്. നിക്ഷേപങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കും. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒരുപാട് എടുക്കുവാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാകുന്നതാണ് വിവാഹം, അതേപോലെ വിദ്യാഭ്യാസം, ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയും ഒരു തീരുമാനം വന്നു ചേരുന്ന സമയം കൂടി വ്യാഴത്തിൻ്റെ നേർരേഖാ സഞ്ചാരം മുതൽ 2026 മാർച്ച് 11 മുതൽ തുടങ്ങുകയാണ്. ശുഭകരമായ ഒരുപാട് കാര്യങ്ങൾ വന്നു ചേരും. അതായത് ദേവഗുരുവാണ് വ്യാഴം. അവിടെ വളരെയധികം പ്രകാശിക്കുന്നതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് നേർരേഖാ സഞ്ചാരമാണ് തുടങ്ങുന്നത്. ഇത് ബലവാനായ ഒരു സാഹചര്യത്തിലാകുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ പൂർണ്ണമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തുമെന്നതിൽ സംശയിക്കേണ്ട. അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നിങ്ങൾ തീർച്ചയായും നടത്തുക. വിഷ്ണുവിന് വ്യാഴാഴ്ച ദിവസങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതിന് അന്നേ ദിവസം മഞ്ഞ പട്ടുടയാട സമർപ്പിക്കാനും ഭഗവാന് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ തുളസിമാല ചാർത്തുവാനും ശ്രമിക്കുക. പാൽപ്പായസ വഴിപാട് നടത്താവുന്നതാണ്. ഭഗവാനെ മുട്ടിപ്പായി നിങ്ങൾ പ്രാർത്ഥിക്കുക. കാരണം പ്രകാശിച്ച് നിൽക്കുന്ന ഒരു ഗോളമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ചെന്ന് എന്ത് പറഞ്ഞാലും അത് വളരെയധികം ഫലമായി നമ്മളിലേക്ക് എത്തുമെന്നതിന് ഒരു സംശയത്തിൻ്റെയും ആവശ്യം വരുന്നതില്ല. അപ്പോൾ വ്യാഴത്തിൻ്റെ എല്ലാ ഗ്രഹങ്ങളുടെയും മാറ്റം സംഭവിക്കുന്ന ഒരു പുതുവർഷമാണ് നമ്മളെ കാത്തിരിക്കാൻ പോകുന്നത്. നമ്മളെ കാത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് സുവർണ കാലഘട്ടമാണ് വന്നു ചേരാൻ പോകുന്നത്. സാമ്പത്തികത്തിൻ്റെ ഒരു ഒഴുക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയം തന്നെയാണ് 2026. പ്രത്യേകിച്ച് നവംബർ മുതലുള്ള സമയവും വ്യാഴത്തിൻ്റെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ശുക്രൻ്റെ മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. എങ്കിൽ പോലും 2025 പ്രാരംഭഘട്ടങ്ങളിൽ വളരെ ദുഃഖങ്ങളിലും വ്യതിയാനങ്ങളിലുമൊക്കെ അനുഭവിച്ചു
വന്ന ആളുകൾക്ക് 2026 പൂർണ്ണമായും ഒരു ഭാഗ്യ വർഷം എന്ന് നിങ്ങൾക്ക് ഉറച്ചു വിശ്വസിക്കാനും പറയാനും സാധിക്കുന്ന സമയങ്ങളാണ് വന്നു ചേരാനായി പോകുന്നത്. ഇവിടെ 12 രാശിക്കാർക്കും ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരുമെങ്കിലും അതിൽ 5 രാശിക്കാർക്കായിരിക്കും ഫലം പൂർണ്ണമായി നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഗുണകരമായ ഫലങ്ങൾ, സാമ്പത്തികമായ ഒരു ഉന്നതി, ജീവിതത്തിൽ ഒരു പുതു വെളിച്ചം നൽകാൻ പോകുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശിയായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. അപ്പോൾ മേടം രാശിക്കാരായ ആളുകൾക്ക് പല വഴികളിൽ നിന്ന് സഹായങ്ങൾ വന്നു ചേരും, ധൈര്യമുണ്ടാകും, ആശയവിനിമയത്തിനുള്ള മാർഗങ്ങൾ, ഉപാധികൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. പുതിയ ഒരു അധ്യായം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ പുതിയ ഒരു ഏട് ആരംഭിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കാം എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും ആ അവസ്ഥകളൊക്കെ മാറി ഒരു പുതുജീവൻ വന്നു ചേരുകയാണ്. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽപരമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. കുടുംബത്തിൽ നിലനിൽക്കുന്ന, അതായത് ബന്ധങ്ങൾക്ക് വരെ ഛിന്ന ഭിന്നമായ അവസ്ഥയുണ്ട്, ആ അവസ്ഥയ്ക്ക് മാറ്റപ്പെടും. ബന്ധങ്ങൾ ശക്തി പ്രാപിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ ആശയവിനിമയ മാർഗങ്ങൾക്കൊക്കെ ഉപാധികൾ നിങ്ങളുടെ മുന്നിൽ കണ്ടെത്തുന്ന സമയമാണ്. മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതേപോലെ കലാകായിക രംഗങ്ങൾ, എഴുത്ത്, അങ്ങനെയുള്ളത്, അതായത് ലേഖനങ്ങൾ എഴുതുന്നവരാകട്ടെ, കഥകൾ എഴുതുന്നവരാകട്ടെ, തിരക്കഥ എഴുതുന്ന അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയും വളരെയധികം ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും 2026. പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങി പുറപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഉത്തമമായ സമയമാണ്. കരിയറിൽ വളരെയധികം നേട്ടങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുൻതൂവലാകാൻ പോകുന്ന സമയമായിരിക്കും വരാൻ പോകുന്ന 2026. അപ്രതീക്ഷിതമായ ഒരുപാട് ധനലാഭം നിങ്ങൾക്ക് തേടിയെത്തുന്നതാണ്. ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊന്നും ഇപ്പോൾ നിങ്ങൾ അതിലേക്ക് ഇറങ്ങേണ്ട. കാരണം ബിസിനസ്സിലേക്ക് പുതുതായി ഇറങ്ങുന്നവർക്ക് 2026 മാർച്ച് 11 മുതലുള്ള സമയം, വ്യാഴത്തിൻ്റെ നേർരേഖ സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിനൊരു നേർവഴി തെളിയിക്കുകയാണ്. ഏറ്റവും വിപുലമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സഹോദര സ്ഥാനീയരുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായി സാധിക്കുന്നതാണ്. സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ ബെസ്റ്റ് സമയമാണ് മാർച്ച് മാസം 2026. വളരെയധികം ശ്രേഷ്ഠമായ സമയമാണ്. അപ്പോൾ ഈ പറഞ്ഞ വഴിപാട് വ്യാഴം അനുകൂലമാകാൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നമുക്ക് കൂടിയേ മതിയാകൂ. ഇവിടെ വ്യാഴത്തിൻ്റെ ആനുകൂല്യം നിങ്ങളിലുണ്ടെങ്കിലും നിങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മന്ത്രോച്ചാരണങ്ങൾ നടത്തുക. വിഗ്രഹത്തിലിരുന്ന് തന്നെയായാലും സന്ധ്യാസമയങ്ങളിൽ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി കരസ്ഥമാക്കേണ്ടതാണ്. അപ്പോൾ വ്യാഴം പൂർണ്ണമായി നിങ്ങളിൽ ഫലം ചൊരിയുന്നതാണ്. മകയിരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകൾക്കും വ്യക്തിപരമായ പല ഗുണമാറ്റങ്ങൾ, അല്ലെങ്കിൽ ഗുണകരമായ ഒരു വ്യക്തിത്വ രൂപീകരണം എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതിൽ ചെന്ന് തൊട്ടാലും മുടക്കമായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറി നിങ്ങളൊരു പുതുജീവൻ, അല്ലെങ്കിൽ പുതിയ ഒരാളായി മാറുന്ന സമയം. ആത്മവിശ്വാസം ഒരു മനുഷ്യന് അത്യാവശ്യമായ ഒരു ഘടകമാണ്. അതില്ലാതെ വരുമ്പോഴാണ് പല സമയങ്ങളിലും പതർച്ച വന്നു പോകുന്നത്. ഇവിടെ ആത്മവിശ്വാസം ഉണ്ടാകും. അതേപോലെ പൊതുരംഗങ്ങളിൽ പൊളിറ്റീഷ്യനായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾക്കും ജനസമ്മതി നേടേണ്ടത് അത്യാവശ്യമാണ്. അംഗീകാരങ്ങൾ വന്നു ചേരും. നമ്മൾ പറയുന്ന വാക്കുകൾ മറ്റൊരാൾക്ക് മതിപ്പുണ്ടാകണം, അവർ അംഗീകരിക്കണമെങ്കിലും ഗ്രഹങ്ങൾ അനുകൂലമായാൽ മാത്രമേ സാധിക്കൂ. അല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച വര പോലെയാകും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഇവിടെ അതിനൊക്കെ അനുകൂലമായ സമയമാണ്. രാഷ്ട്രീയത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ശോഭിക്കാൻ സാധിക്കുന്ന രംഗങ്ങളാണ്. ബഹുമതികളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. സംസാര ശൈലി ഉണ്ട്. മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കാനായി ആകർഷണത്വം നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അവിവാഹിതരായ ആളുകൾക്ക് ഉത്തമ വിവാഹ തീരുമാനങ്ങളൊക്കെ വന്നു ചേരും. പുതിയ ചില സൗഹൃദങ്ങളും ബന്ധങ്ങളുമൊക്കെ ശുഭകരമായ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത് കൂടാതെ തീർത്ഥയാത്രകളൊക്കെ നടത്താനുള്ള ഭാഗ്യങ്ങളുണ്ടാകുന്നുണ്ട്. ആത്മീയമായ ഒരു പടി കൂടി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ വന്ന് സാധിക്കും. മനസ്സിന് ശാന്തി ഉണ്ടാകും, സമാധാനമുണ്ടാകും. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിമിത്തം ദൈവാധീനം വന്നു ചേരുന്നതാണ്. അതിനാൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം കൂടി നിങ്ങൾക്കുള്ളതിനാൽ തന്നെ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക. ശുഭകരമായ ഒരു വർഷം തന്നെയായിരിക്കും നിങ്ങൾക്ക് 2026. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്കും ധനപരമായി വളരെയധികം നേട്ടത്തിൻ്റെ സമയമായിരിക്കും 2026. വ്യാഴം നേർരേഖ സഞ്ചാരം നടത്തുന്നതിൻ്റെ ഫലമായി ജീവിതം നേർഗതിയിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്രതീക്ഷിത ധനനേട്ടം എന്ന് പറയുമ്പോൾ വലിയ ഒരു തുക കയ്യിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികൾ, ലോൺ സാങ്ഷനാകാതിരുന്ന ലോൺ വരെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാകുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ജനിക്കുന്ന സമയമാണ്. ഗവേഷണ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ
വളരെയധികം നല്ല ഒരു സമയമാണ്. അതേപോലെ തന്നെ നിഗൂഢമായ പല കാര്യങ്ങളും മനസ്സിനെ ബാധിച്ച് കിടപ്പുണ്ട്, അല്ലെങ്കിൽ ശരീരത്തെ ബാധിച്ച് കിടപ്പുണ്ട്. നെഗറ്റിവിറ്റികൾ ഒരുപാടുണ്ട്. അതൊക്കെ മാറി ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് എത്തുന്നതിനാൽ തന്നെ നെഗറ്റീവൊക്കെ നിങ്ങളെ വിട്ടകലുകയും പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ അനാവശ്യമായിട്ടുള്ള ആശങ്കകളൊക്കെ ഒഴിവാക്കിക്കൊള്ളൂ. കയ്യിലേക്ക് ധനം ധാരാളമായി വന്നു ചേരുന്ന സമയമാണ്. അതൊക്കെ കൃത്യമായി ചിലവാക്കുന്നത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് കയ്യിൽ ധനം ധാരാളമായി എത്തുമ്പോൾ കണ്ണ് കാണാത്തൊരവസ്ഥ വന്നു പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയ പടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ അങ്ങനെ വരില്ല. കാരണം ഇവിടെ ദേവഗുരുവായ വ്യാഴമാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ വേണ്ടത് എന്ന് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുക, ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുന്നതും എല്ലാ വ്യാഴാഴ്ചകളുടെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനും വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകാനും ശ്രമിക്കുക. അതേപോലെ ഷെയർ മാർക്കറ്റിലൊക്കെ ധനം ഇട്ടിട്ടുള്ള ആളുകളുണ്ടാവും. നല്ല രീതിയിലുള്ള പ്രോഫിറ്റൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ഒരുപാട് ആളുകൾ ചേർന്ന് ബിസിനസ്സൊക്കെ നടത്തുന്ന ആളുകളുണ്ടാവും, പാർട്ട്ണർഷിപ്പിൽ. അങ്ങനെയുള്ളവർക്കും വളരെയധികം ലാഭത്തിൻ്റെ സമയം തന്നെയാണ് വരാൻ പോകുന്ന പുതുവർഷമായ 2026. ദേവഗുരുവായ വ്യാഴം നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമാണ് ചൊരിയുന്നത്. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരായ ആളുകൾക്കും വ്യാഴം വളരെയധികം ഒരു സുവർണ്ണ കാലഘട്ടത്തെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നത്. അതേപോലെ തന്നെ ജീവിതം നമ്മൾ പറയാറുണ്ട് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച കുഞ്ഞുങ്ങളെന്ന്. പക്ഷേ നിങ്ങളുടെ ജീവിതം ഇനി അങ്ങോട്ട് വായിൽ സ്വർണ്ണക്കരണ്ടി എന്ന് പറഞ്ഞ് അതേ ഒരു ശൈലിയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. തൊടുന്നതൊക്കെയും നേട്ടമായി വന്നു ചേരും. ശമ്പള വർധനവുണ്ടാകുന്നതാണ്. സ്വന്തമായൊരു ബിസിനസ് നിങ്ങൾ തുടങ്ങും, തീർച്ചയാണ്. ഇതുവരെ മനസ്സിലൊരു ആശയം ഇല്ലെങ്കിൽ പോലും വ്യാഴം വളരെ അനുകൂലമായതിനാൽ തന്നെ 2026 മാർച്ചോടൊക്കെ കൂടുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആശയങ്ങൾ വരികയും അതിനുള്ള വഴികൾ ഭഗവാൻ തന്നെ കൊണ്ടുവരികയും ചെയ്തതാണ്. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട. അതിന് ഇരട്ടി ലാഭം നിങ്ങളിലേക്ക് എത്തിച്ചേരും. സമൂഹത്തിൽ പ്രശസ്തി, അംഗീകാരം ഇതൊക്കെ വന്നു ചേരുന്നതാണ്. കഠിനാധ്വാനം നടത്തുന്ന നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ദൈവമായിട്ട് തന്നെ തന്ന് തീർക്കും. അതായത് നിങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളും മാറും. അതേപോലെ തന്നെ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുകയാണെങ്കിൽ വളരെയധികം ഉത്തമമാണ്. അവിടെ നിന്ന് തിരുപ്പതി വെങ്കടാചലപതിയുടെ ഒരു ഫോട്ടോ കൊണ്ടുവന്ന് നിങ്ങളുടെ ഗൃഹത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യവസായം നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളിലോ ഒക്കെ വയ്ക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. പിന്നീട് അവിടെ ഒരു അല്ലലും ഉണ്ടാകാതിരിക്കുന്നതിന് അത് വളരെയധികം സഹായിക്കുന്നതാണ്. പൂജിച്ചു കൊണ്ടുവന്ന് വെച്ചാൽ മതിയാകും. പുതിയ ചില തൊഴിൽ രംഗങ്ങൾ, സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിനും വളരെ മികച്ച സമയമാണ്. നിങ്ങളുടെ ജീവിതം ഒരു അന്താരാഷ്ട്ര ലെവലിലേക്ക്, ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ മാറുമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എപ്പോഴും യാത്രകളും എപ്പോഴും ആഗ്രഹിച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം ഒരു പടിയല്ല, ഒരു 100,000 പടി മുന്നിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നതാണ്. ഇവിടെ ഞാൻ വെറുതെ പറയുന്നതല്ല, വ്യാഴമാണ്, ദേവഗുരുവായ വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ് ജീവിതത്തിലേക്ക് കൊണ്ടുതരുന്നത്. ഒരു വ്യക്തിക്ക് സമ്പത്ത്, നേട്ടങ്ങൾ, ജനസമ്മതി, അംഗീകാരം ഇതൊക്കെ വന്നു ചേരണമെങ്കിൽ ഓരോ ഗ്രഹങ്ങളും കരിഞ്ഞേ മതിയാകും. അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ ചെയ്താലും അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോവുകയുള്ളൂ. ഇവിടെ വ്യാഴം അനുകൂലമാകുന്നതിനാൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ പ്രവർത്തിക്കുക, കൂടാതെ നല്ല രീതിയിലുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. കൂടാതെ വഴിപാടുകൾ സമർപ്പിക്കുക. ഭഗവാന് മഞ്ഞപ്പെട്ടുടയാട് സമർപ്പിക്കുക. പാൽപ്പായസ വഴിപാട് നിങ്ങളുടെ പെരുന്നാളും പറഞ്ഞ് ചെയ്യിപ്പിക്കുക. അതിലൊക്കെ ഉപരിയായിട്ട് അല്പം തുളസി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി കൊണ്ടുവന്ന് ഒരു മാല ചാർത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ആ മാല കെട്ടുമ്പോൾ അതിൽ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ കഴുത്തിൽ ചാർത്തുക. അതിനപ്പുറം വേറെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ട. അതൊക്കെയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ നടത്തിത്തരും. അത്രത്തോളം ഭാഗ്യസമയമാണ് വരാൻ പോകുന്ന 2026. അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്കും വളരെയധികം സാമ്പത്തിക നേട്ടം, സമ്പത്ത് ഒഴുകി വരും എന്ന് നമ്മൾ പറയാറില്ലേ, അത് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന, പഴയ കാലങ്ങളിൽ നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളിൽ നിന്ന് വരെ പ്രോഫിറ്റ് വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഒരു വികസനം നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിന് വരെ വന്നു ചേരാൻ പോവുകയാണ്. ആകെ ഒരു ഇടുങ്ങിയ ചിന്താഗതി അല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന നിങ്ങളുടെ ജീവിതം ഒന്ന് വികസിക്കാൻ പോകുന്ന സമയമാണ്. നേട്ടങ്ങൾ ധാരാളമായി വന്നു ചേരും. സഹോദരങ്ങളുടെ പിന്തുണയുണ്ടാകും. കുടുംബത്തിൽ നിന്നുള്ള ഒരു പിന്തുണ തന്നെ നിങ്ങൾക്ക് വളരെയധികം ധൈര്യവും സന്തോഷവും നൽകുന്നതാണ്. വരുമാനത്തിൻ്റെ ഒരു ഒഴുക്ക് തീർച്ചയായും 2026 നിങ്ങൾക്ക് വന്നു ചേരും. ഈ വീഡിയോ, ഈ പറഞ്ഞ വാക്കുകൾ സത്യമാകും. നിങ്ങൾ തന്നെ ഇത് കമൻ്റായിട്ട് വന്ന് രേഖപ്പെടുത്തും. വളരെയധികം സാമ്പത്തിക മാറ്റമുണ്ടാകുന്ന സമയമാണ്. ഏതെങ്കിലും ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ ഒക്കെ ഒരു തലപ്പത്തേക്കൊക്കെ എത്തിച്ചേരാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ജോലിയില്ലാതെ വിഷമിച്ചിരുന്ന് പ്രായം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടിയിരുന്ന ആളുകളാണെങ്കിൽ പോലും ഇവിടെ വ്യാഴം അനുകൂലം
അനുകൂലമായതിനാൽ തന്നെ ഉന്നത സ്ഥാനീയരായ ആളുകൾ നിങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുമെന്ന്, അതായത് ചില സഹായങ്ങളൊക്കെ വന്നു ചേരാൻ വരെ ഒരു ഭാഗ്യ സമയം തന്നെയാണ്. അതായത് ഒരു ഉയർച്ചയാണ് ഇവിടെ പറയുന്നത്. പല മേഖലകളിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ചതിലപ്പുറം നേട്ടങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരണം എന്നതാണ് ഇവിടെ സാരം. അപ്പോൾ സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. വ്യാഴം വളരെയധികം അനുകൂലമായി മാറുന്ന സമയമായതിനാൽ തന്നെ ഊർജ്ജം നിങ്ങൾക്ക് വർദ്ധിക്കും, പ്രകാശം വർദ്ധിക്കും. ഏത് കാര്യം ചെയ്യുന്നതിനും ആത്മവിശ്വാസം ഉണ്ടായി ഇറങ്ങിത്തിരിക്കുവാനുള്ള ധൈര്യം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് 2026. ഒന്നുകൂടി പറഞ്ഞാൽ ഇവിടെ വ്യാഴത്തിൻ്റെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ്. അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാകും, ശുഭാപ്തി വിശ്വാസം വന്നു ചേരും. ശുഭാപ്തി വിശ്വാസം ഉണ്ടായാൽ തന്നെ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ പകുതി വിജയിച്ചു എന്ന് സാരം. അപ്പോൾ ഇവിടെ മടിയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അറിവ് വർദ്ധിക്കും, ശുഭാപ്തി വിശ്വാസം ഉണ്ടാകും. അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണർന്നു വരികയാണ്, അല്ലെങ്കിൽ ശുഭകരമായി വരികയാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ നേർരേഖാ സഞ്ചാരം അറിവ് വർദ്ധിക്കുന്നതിനും സാമ്പത്തികമായൊരു മാറ്റമുണ്ടാകുന്നതിനും അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാവിധ നിങ്ങളുടെ ശോഭയെ മങ്ങിച്ചുകൊണ്ടിരുന്ന പലവിധ കാര്യങ്ങളും ജീവിതത്തിൽ നേട്ടമായി മാറുന്നതാണ്. ഈ വാക്കുകൾ സത്യമായി തന്നെ ഭഗവാൻ കൊണ്ടുവരും. നിങ്ങൾ കാത്തിരുന്നോളൂ, വളരെ നേട്ടവും ഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഇതുവരെ വിഷമങ്ങൾ ഒരുപാട് അനുഭവിച്ച് ആരും സഹായത്തിനില്ല എന്നിരുന്ന അവസ്ഥയിൽ നിന്നും മാറി ഭഗവാൻ തന്നെ നേരിട്ട് സഹായത്തിന് വരികയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: അടുത്തുള്ള വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക, അവിടെ വഴിപാടുകൾ സമർപ്പിക്കുക. അതിനൊന്നും പറ്റുന്നില്ല എങ്കിൽ അല്പം തുളസി കൊണ്ടുവന്ന് നിങ്ങളൊരു മാലയായിട്ട് കെട്ടു. കടയിൽ നിന്നായാലും തുളസി ഇല്ല, നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഒരു പിടി തുളസി വാങ്ങിച്ചിട്ട് നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഒരു ഹാരം കെട്ടുക. അപ്പോൾ ഒരു മാല ചാർത്തുന്ന വേളയിൽ ആ മാല ഭഗവാന് കൊടുക്കാൻ നമ്മൾ കോർത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള വാക്കുകൾ അല്ലെങ്കിൽ സംസാരങ്ങളിലേക്ക് പോവുകയല്ല. അപ്പോഴെല്ലാം ഭഗവാന്റെ മന്ത്രോച്ചാരണങ്ങൾ ജപിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ സന്തോഷങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു മാല കെട്ടി ഭഗവാനെ ചാർത്തി കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നേരിട്ട് എത്തിയതിന് തുല്യമാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കിയാട്ടെ. വളരെയധികം ഭാഗ്യം അനുകൂലമായതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതം ഇനി മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. നന്ദി.